നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കിയാലോ? ഇലയപ്പം ഉണ്ടാക്കാൻ ഞാൻ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ചക്കയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ശർക്കരയും കൂടി ഇടും. ഇവിടെ നമ്മളുടെ പൗഡർ ശർക്കര ആയതുകൊണ്ട് അതിനകത്ത് വേറെ വേസ്റ്റൊന്നും കാണത്തില്ല. അതങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നല്ല മാവ് കുഴച്ച് ഒന്നുകൂടെ സോഫ്റ്റാക്കിയിട്ട് ഇലയിൽ നല്ല പരത്തണം മാവ്. അതിന് ശേഷം ഒരു സൈഡിൽ ചക്കയും തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഇടാം, പക്ഷേ ഞാനിവിടെ ഏലക്ക ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഏലക്ക ഇടാം. അടിപൊളി ടേസ്റ്റാണ്. വരിക്കച്ചക്കയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ വരിക്കച്ചക്കയുടെ കൂടെ വേണേൽ പഴം കൂടി ഇട്ട് ഒന്നിച്ച് ചെയ്യാം, പക്ഷെ അത് ഭയങ്കര മധുരമായിരിക്കും. ഇതാണ് ടേസ്റ്റ്.